ഇപ്പം നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഇൻക്യുബേറ്ററുകളാട്ടോ അത്. ഒരുപാട് ഇൻക്യുബേറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പുതുവർഷം ആരംഭിച്ച് നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ള ജോലിക്കൊപ്പം തന്നെ നമുക്കൊരു അധിക വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗം ഉള്ള ഒരു പരിപാടി കേട്ടത്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് ഏതാ? ഇതാണ് 60 കോഴിമുട്ടൊക്കെ പറ്റുക കേട്ടാ. ഈ ഒരു കുഞ്ഞൻ ഇൻക്യുബേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ഒരു ഇൻക്യുബേറ്റർ കേട്ടോ. എന്നിട്ട് നോക്കിയേ, ഇത് ചെറിയ ഒരു ഇൻക്യുബേറ്ററാണ്, വളരെ കുഞ്ഞൻ ഇൻക്യുബേറ്റർ. അപ്പോൾ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ കഴിയും. നമ്മളെ വീട്ടിൽ 2-3 കോഴികൾ ഉണ്ടെങ്കിൽ അല്ലേ മജീദേ, നമുക്ക് ഇതിൽ വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാം അല്ലേ. ഇതൊക്കെ എന്താ റേറ്റ് ഉണ്ട്? ഇത് റേറ്റ് വരുന്നത് 1700 കൊറിയർ ചാർജ് റേറ്റ് വരുന്നത് 1700. ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ 1600 അല്ലേ. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതെ, വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനാണ് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഇൻക്യുബേറ്റർ കൊടുക്കാം. അതിന് എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജില്ല, പിന്നെ അതേമാതിരി അതൊരു ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കും. നമുക്ക് അതിൽ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, അടിപൊളി. നമുക്ക് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവര് അതിന് നമ്മള് നറുക്കിട്ടുകാണ്ട് നമ്മളത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. ഓട്ടോമാറ്റിക് ആണ്. 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. ഇത് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ട്. ഇത് 100 കോഴിമുട്ട അല്ലേ? ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് തന്നെ 2200 അല്ലേ. 100-120 വരെ പോകും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടില് കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതൊരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താം അല്ലേ? അല്ലേ, നല്ലൊരു ഐഡിയ ആണ്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 2200 കൊറിയർ ചാർജർക്ക് റേറ്റ് വരുന്നത് അല്ലേ. ഇത് സെയിം അകത്തൊക്കെ എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അല്ലേ? ഇതാണ് വരിക. നമ്മൾ നെറ്റ് കൊടുക്കുന്നുണ്ട്, കാരണം കോഴിമുട്ട ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനാണ് 2200 120 കോഴിമുട്ട വരെ വെക്കാൻ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇൻക്യുബേറ്റർ ഉണ്ട്. ഇതാണ് 60 കോഴിമുട്ട വെക്കാൻ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഓക്കെ, ഇതിന് നമ്മൾ ഇവിടെ മോട്ടർ ഉണ്ടാവും. എത്ര മണിക്കൂറിൽ? ഇത് 2 മണിക്കൂർ കൂടുമ്പോൾ തിരിഞ്ഞോളൂ അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞതിനനുസരിച്ച് വെള്ളം. അപ്പോൾ അതുപോലെ നമുക്ക് മുട്ട വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ, കറക്കാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റാത്തവർക്ക് പറ്റിയല്ലേ. വീട്ടിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ രാത്രി വരുന്നവർക്കൊക്കെ 2 ദിവസം 3 ദിവസം വീട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല ഇൻക്യുബേറ്റർ ആണ് അല്ലേ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ കറണ്ട് പോയാൽ കറണ്ട് പോലെ ഒരു 10 മണിക്കൂറൊക്കെ ചൂട് നിൽക്കും. നല്ല ടെമ്പറുള്ള തെർമോകോളർ ബോക്സ് അല്ലേ. അതെ. പിന്നെ എല്ലായിടത്തും ഒരേ മാർക്ക് ചൂട് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം 90% മുകളിൽ എന്തായാലും. ഇതിന്റെ ചെറുതില്ലേ? ഇത് ചെറുതുണ്ട്. ഇതാണ് 65 ഇത് 35 കോഴിമുട്ടക്കുള്ള ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ചെറുതാണ്. ഇത് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ചെറുതാട്ടോ. കൂടുതൽ കോഴികളൊന്നും ഇല്ലാത്തവർക്ക് ഇത് മതി അല്ലേ. ചെറുത്. തുടക്കക്കാർക്കാണെങ്കിലും ഇത് മതി അല്ലേ. തുടക്കക്കാർക്ക് അത് മതി. കാരണം ഇത് നല്ല ചൂട് കിട്ടുന്ന ബോക്സ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സ്. ഇങ്ങനെയാണ് ഉൾവശം വരുന്നത്. ഇതിലിപ്പോ താറാവിന്റെ മുട്ട, കോഴി, കാടമുട്ട എല്ലാം പോകും. എല്ലാം വിരിയിച്ചെടുക്കുക അല്ലെ. നല്ല വൃത്തി, നല്ല നീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വിരിയിക്കണില്ലെങ്കിൽ ഇത് റാക്കിന്റെ മേലേക്ക് എടുത്തു വെക്കും ചെയ്യാം. എടുത്തു വെക്കാൻ പറ്റും. ശല്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യണം. ഏത് ഇലക്ട്രോണിക്സ് ആണെങ്കിലും TV, ഫ്രിഡ്ജ്, മെഷീൻ എന്താണെങ്കിലും വർക്ക് ചെയ്യണം നല്ലതാണ്. ക്ലീൻ ആക്കാനൊക്കെ സുഖമാണ്. ക്ലീൻ ആക്കാൻ സുഖമാണ്. ഇതിന് മൂടിമലാണ് ഫുള്ള് ഫിറ്റിംഗ്. ഇതിങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി അല്ലേ. മൂടിമല എല്ലാ ഫിറ്റിംഗ് എടുത്തു വെച്ചാല് ക്ലീൻ ആക്കാനും തുടക്കാനൊക്കെ സുഖമാണ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ജോയിന്റ് അയച്ചിട്ട് ജോയിന്റ് അയക്കാം. മൊത്തത്തിൽ എടുക്കും ചെയ്യാം. റേറ്റ് വരുന്നത്? ഇത് റേറ്റ് തന്നെ 3200 കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത്. ഇവിടെ വരുന്നവർക്ക് 3000 റേറ്റ് വരുന്നത്. അലുമിനിയത്തിന്റെ ട്രാക്ക് വെച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടിപൊളി. പിന്നെ ലിവർ ടൈപ്പ് ഉണ്ടല്ലോ, ഒരു വേറെ മോഡല് ലിവർ ടൈപ്പ് ഉണ്ട്. ഇതാണ് 40 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. സ്ക്രൂ വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് തുറന്നാൽ ഇത് തുറന്നിട്ട് അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാല് അല്ലേ. അതായത് ഈ മോട്ടറിന് പകരം നമ്മളിവിടെ ഒരു തുറക്കാതെ നമുക്ക് ഇത് മുട്ട തിരിക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 1950 ആണ്. ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് 1850 അല്ലേ. ഇതൊക്കെ പക്കട്ടോ. കൊറിയർ അയച്ചു കഴിഞ്ഞാലൊന്നും ഒരു ബോക്സിന് ഒരു കംപ്ലൈന്റ് വരില്ല അല്ലേ. റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ബോക്സ്, അതായത് വാർത്ത് വരുന്ന ബോക്സ് അല്ലേ. മെഷീനിൽ വെച്ച് വരുന്നതാണ്.
അപ്പൊ ഇതാട്ടോ ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നല്ല ടമ്പർ ഉള്ള, അതായത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി അല്ലേ, എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിൽ വരുന്ന ബോക്സ് ആണിത്. അതായത് വിദേശത്തേക്കൊക്കെ മീന് ഒക്കെ പോണല്ലേ, മീന് ഫ്രൂട്ട്സ് ഒക്കെ മീൻ പോണല്ലേ അല്ലെ, മീന് ഫ്രൂട്ട്സ് ഒക്കെ പോകേണ്ട ബോക്സ് ആണ്. നല്ല ടമ്പർ ഉള്ള ബോക്സ് ആണ്, പെട്ടെന്നൊന്നും കേടാവൂല, ഒട്ടിച്ച് വരുന്നതല്ല, ഒട്ടിച്ച് വരുന്നതല്ല, റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ബോക്സ് ആണ്. അങ്ങനെ ഒട്ടിച്ച് നമ്മൾ ഇതില് വെള്ളം തട്ടിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്തു അവിടെ ലീക്ക് വരാൻ, ഇതുപോലെ നമ്മള് ടാപ്പ് അടിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും, എത്ര 5-6 വർഷം എത്ര വർഷം വേണം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നെയ്റ്റ് ആയിട്ട് കൊണ്ടുവരും. കാരണം ഇതിൽ നമ്മുടെ കറണ്ട് ബില്ല് നല്ല ലാഭിക്കാൻ പറ്റും. പിന്നെ ചൂട് എല്ലായിടത്തും ഒരേ മാർക്ക് എത്തുന്നതിന് അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് വിരിയുന്നുണ്ട് അല്ലേ. നമ്മളെ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളെ ഈ സ്ഥലത്തിന്, നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല് കുറുകത്താണി എന്ന സ്ഥലത്താണ്. കുറുകത്താണിക്ക് ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട് വരും. ഓക്കെ.